എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ഏകാദശ സ്കന്ധം അധ്യായം 14 ശ്ലോകം 17 തൊട്ട് 24 വരെ 8 ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. ഉദ്ധവനോട് ഭഗവാൻ ഭക്തിയോഗം തന്നെയാണ് ഏറ്റവും ഉത്കൃഷ്ടമായത് എന്നതാ വിസ്തരിച്ച് അതിനെ ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 17. നിഷ്കിഞ്ചനാമയി അനുരക്തചേതസ ശാന്താമകാന്തോഖില ജീവവത്സലാഃ കാമൈഃ അനാലബ്ധധിയോ ജുഷന്തി യത് തന്നൈരപേക്ഷ്യം ന വിദുഃ സുഖം മമ. എന്റെ കാരുണ്യം ഇങ്ങനെ ആരിൽ പ്രവേശിക്കുന്നുവോ അവർക്കുള്ള സുഖം മറ്റാർക്കും ലഭിക്കില്ല. ഉദ്ധവ, എന്റെ ഭക്തന്റെ സുഖം ഇത്രയുണ്ട്, ഇന്ന വിധമായിരിക്കും എന്നൊന്നും അന്യർക്ക് നിശ്ചയിക്കാൻ പറ്റില്ല എന്നതാ ഭഗവാൻ പറയാണ് ഉദ്ധവനോട്. അന്യ വിഷയങ്ങളെ അപേക്ഷിക്കാതെ എന്നിൽ അനുരാഗത്തോടുകൂടിയും ആഗ്രഹങ്ങൾക്ക് ഇളക്കി തീർക്കാൻ കഴിയാത്ത വിധം ഉറപ്പുള്ള മനസ്സോടും സകല ജീവരാശികളിലും വാത്സല്യത്തോടും കൂടി പരമശാന്തന്മാരായിരിക്കുന്ന മഹാന്മാർ അന്യവിഷയ സംബന്ധമില്ലാതെ ശുദ്ധമായി വിളങ്ങിക്കൊണ്ടിരിക്കുന്ന ഏതൊരു പരമാനന്ദത്തെ അനുഭവിക്കുന്നുവോ അതിനെ അങ്ങനെ അല്ലാതെ പ്രവർത്തിക്കുന്നവർക്കൊന്നും മനസ്സിലാക്കാൻ സാധിക്കില്ല. അതായത് വിഷയസുഖത്തിൽ ഇങ്ങനെ മുങ്ങി മുങ്ങി ജീവിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഈ സുഖം അനുഭവപ്പെടില്ല എന്നാണ് ഭഗവാൻ പറഞ്ഞതിന്റെ സാരം. ഇളക്കമില്ലാത്ത ജലപാത്രത്തിൽ സൂര്യാതിബിംബം സ്പഷ്ടമായി കാണപ്പെടാവുന്നത് പോലെ ശാന്തവൃത്തിയായ അന്ധകരണത്തിൽ ഭഗവത് സ്വരൂപം ശരിയായി അറിയപ്പെടാവുന്നതിനാൽ ഭക്തിയോഗം ആത്മസാക്ഷാത്കാരത്തിന് സാക്ഷാൽ മാർഗമാകുന്നു എന്ന് ഭഗവാൻ ഉറപ്പിച്ചു പറയുകയാണ്. ബാധ്യമാനോഭിമൽഭക്തോ വിഷയൈരജിതേന്ദ്രിയ പ്രായപ്രഗൽഭയാ ഭക്തിയാ വിഷയേർനാഭിഭൂയതേ. ഉത്തമ ഭക്തന്റെ ജന്മസാഫല്യത്തെ പറ്റി ഇതുവരെ വിസ്തരിച്ചു പറഞ്ഞു. പ്രാകൃത ഭക്തൻ കൂടി കൃതാർത്ഥനായിട്ട് ഭവിക്കണു എന്നതാ ഇനിയുള്ള ശ്ലോകങ്ങളിൽ പറയുന്നു. ഇന്ദ്രിയങ്ങളെ മുഴുവനും ജയിക്കാത്തത് കൊണ്ട് വിഷയങ്ങളിൽ കുറച്ചൊക്കെ ആസക്തി ഉണ്ടായിരുന്നാലും ക്രമേണ വർദ്ധിച്ചു വരുന്ന ഭക്തി നിമിത്തം ആ വിഷയാശ ആ ഭക്തനെ അതിക്രമിക്കുകയോ ഉപദ്രവിക്കുകയോ ഒന്നും ചെയ്യില്ല. യഥാഗ്നി സുസമർത്ഥാർച്ചി കരോത്യേഥാംസി ഭസ്മസാൽ തഥാ മദ്വിഷയാ ഭക്തി ഉദ്ധവേനാംസി കൃഷ്ണശ. സുസമർത്ഥാർച്ചി ഏറ്റവും വർദ്ധിച്ചിരിക്കുന്ന ജ്വാലകളോടുകൂടിയ അഗ്നി തീയ് യഥാ ഏതുവിധം ഏതാംസി വിറകുകളെ ഭസ്മസാൽ കരോതി ഭസ്മമാക്കി ചെയ്യുന്നുവോ തഥാ ആ വിധം മദ്വിഷയ എന്നിലുള്ള ഭക്തി ഉദ്ധവാ ഹേ ഉദ്ധവ ഏനാംസി പാപങ്ങളെ കൃഷ്ണശ മുഴുവനും ഭസ്മസാൽ കരോതി ഭസ്മമാക്കുന്നു. ക്രമത്തിലെങ്ങനെ ഉജ്ജ്വലിക്കുന്ന അഗ്നി വിറകുകളെ മുഴുവനും നശിപ്പിക്കുന്നത് പോലെ ഹേ ഉദ്ധവ എന്നിൽ ഉത്ഭവിച്ച ഭക്തി സകല പാപങ്ങളെയും നിശേഷം നശിപ്പിക്കും. മലിനവാസനകളെ ഭക്തി നശിപ്പിക്കുന്നതിനാൽ അവ നിമിത്തമുണ്ടാകുന്ന ആശകൾ അവസാനിക്കുമ്പോൾ ഭക്തിക്കുള്ള പ്രതിബന്ധമെല്ലാം നശിച്ച് ക്ഷണത്തിൽ നിർവ്യാജ ഭക്തി വർദ്ധിച്ചു വരും. ന സാധയതി മാം യോഗോ ന സാഖ്യം ധർമ്മ ഉദ്ധവ ന സ്വാധ്യായസ്തവത്യാഗോ യഥാ ഭക്തിർമമൂർജിത. യോഗം, സാഖ്യം, ധർമ്മം, വേദാധ്യയനം, തപസ്, ദാനം ഇവയൊന്നും എന്നിൽ വർദ്ധിച്ചു വരുന്ന ഭക്തിയെ പോലെ എന്നെ സ്വാധീനപ്പെടുത്തില്ല ഉദ്ധവ. ഭഗവാൻ ഭക്തിയാഗമേകയാഗ്രാഹ്യ ശ്രദ്ധയാത്മാ സ്പ്രിയ സദാം ഭക്തി പുനാദിമന്നിഷ്ഠ സ്വഭാഗാനപി സംഭവാ. സത്തുക്കളുടെ പരമപ്രേമത്തിന് സ്ഥാനമായും സർവാത്മാവായും ഇരിക്കുന്ന എന്നെ ഭക്തി ഒന്നുകൊണ്ട് മാത്രമേ നന്നായി ഗ്രഹിക്കാൻ കഴിയുള്ളൂ ഉദ്ധവ. ജന്മനാ ചണ്ടാളന്മാരായിരുന്നാലും ഭക്തി ഉണ്ടായാൽ അവര് ശുദ്ധന്മാരായി ഭവിക്കും. അതിനാൽ ജന്മാദി ദോഷങ്ങളെയും തീർത്തു രക്ഷിക്കാൻ എന്നിലുള്ള ഭക്തിക്ക് ശക്തിയുണ്ട്.
ധർമ്മ സത്യദയോപേതോ വിദ്യാവാതപസാന്വിത മൽഭക്ത്യാ വേദമാത്മാനം ന സമ്യക് പ്രപുനാതി. ഭക്തിയില്ലാത്ത ഒരുവന് മറ്റെന്തുണ്ടായാലും ശരിയായ ഗുണം സിദ്ധിക്കില്ല എന്ന് 2 ശ്ലോകങ്ങൾ കൊണ്ട് കാണിക്കുകയാണ്. യഥാർത്ഥമേ പറയുള്ളൂ, സത്യം മാത്രമേ പറയുള്ളൂ. അന്യ ദുഃഖങ്ങളെ അകറ്റുവാനുള്ള ഇച്ഛാസ്വരൂപമായ ദയയും ദാനം, യജ്ഞം, തപസ് മുതലായ മറ്റു കർമ്മങ്ങളും വേണ്ടതുപോലെയുണ്ട്. എങ്കിലും എന്നിൽ ഭക്തിയില്ലാത്തവനെ പരിശുദ്ധനാക്കാൻ മേൽ പറഞ്ഞവയ്ക്കൊന്നും സാമർഥ്യം പോരാ. പറയണു ഭഗവാൻ. കഥം വിനാ രോമഹർഷം ദ്രവതാ ചേതസാ വിനാ വിനാനന്ദാശ്രുകലയാ ശുദ്ധേൽ ഭക്തിയാ വിനാശയ. ഭഗവാനിൽ ഭക്തി നന്നായിട്ട് അങ്ങോട്ട് ഉറയ്ക്കുമ്പോൾ അതിനെ സൂചിപ്പിക്കുന്ന രോമാഞ്ചം, മനസ്സിന്റെ അലിവ്, സന്തോഷ ബാഷ്പം മുതലായ സാത്വിക വൃത്തികൾ ഇങ്ങനെ വർദ്ധിച്ചു വരും. രാഗാദി വൃത്തികളുടെ വാസസ്ഥാനമായ അന്ധകരണത്തിലെ ചളി മുഴുവൻ കളഞ്ഞ് ശുദ്ധമാക്കാൻ മേൽപ്പറഞ്ഞ ഭാവങ്ങൾക്കല്ലാതെ മറ്റു വൃത്തികൾക്കൊന്നും ശക്തിയില്ല. വാത്കൽഗദാ ദ്രവതേയസ്യ ചിത്തം രുദത്യപീക്ഷ്ണം ഹസതി ക്വചിച്ച വിലജ്ജ ഉൽഗായതി നൃത്യതേ ച മൽഭക്തിയുക്തോ ഭുവനം പുനാതി. ഭക്തിയുടെ ലക്ഷണങ്ങള് കുരിച്ചു കാണാൻ തക്ക വിധം ഉയർന്ന ഭക്തിയുള്ളവൻ ഏത് ലോകത്തിലിരിക്കുന്നുവോ ആ ലോകം മുഴുവനും ശുദ്ധമാകുന്നു. അങ്ങനെയുള്ള ഭക്തി വർദ്ധിക്കുമ്പോൾ ഉണ്ടാകുന്ന ലക്ഷണങ്ങള് പറയണം. എന്നിലുള്ള അതിസ്നേഹ നിമിത്തം സംസാരിക്കുമ്പോൾ ഇടർച്ചയും വ്യക്തതയില്ലായ്മയും അക്ഷരങ്ങളിൽ സ്പഷ്ടമായിട്ട് കാണാൻ സാധിക്കും. പ്രേമരൂപനായ എന്നെ ആത്മാവായി അറിയുക നിമിത്തം ബാഹ്യ വ്യാപാരങ്ങളിൽ മനസ്സിനുണ്ടായിരുന്ന ശക്തി ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരും. അതുതന്നെയാണ് ആർദ്രത. എന്നെ ഇത്ര കാലവും നന്നായി അറിയാതിരുന്ന മൂഢതയെ കുറിച്ച് വ്യസനിച്ച് കരയും. എന്റെ അവതാര ലീലകളുടെ ആന്തരാർത്ഥം അറിഞ്ഞ് ചിരിക്കും. മറ്റുള്ളവര് കണ്ട് പരിഹസിക്കുമെന്ന ആ ലജ്ജയൊന്നും ലേശവും തോന്നാതെ എന്നെ കുറിച്ച് ഉച്ചത്തിൽ കീർത്തനം ചെയ്ത് കളിക്കും. ഇങ്ങനെയുള്ള എന്റെ ഭക്തൻ ആരെ നോക്കുന്നുവോ, ആർക്കു ഉപദേശിക്കുന്നുവോ, എവിടെ വസിക്കുന്നുവോ അവരും ആ പ്രദേശവും പരിശുദ്ധി പ്രാപിക്കും ഉദ്ധവ എന്ന് പറയണു ഭഗവാൻ. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.